ഹലോ ഗൈസ്, എൻ്റെ പേര് ആർജെ. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പ്രൊക്കാസ്റ്റിനേഷനെ കുറിച്ചാണ്. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നല്ല ഒരു അവസരമാണ്. കാരണം ഈ ഒരു ഫസ്റ്റ് വീഡിയോ ഇടാൻ തന്നെ ഞാൻ ഒരു 3, 4, 5 മാസം എടുത്തു. ആക്ച്വലി ഇത് ഞാൻ ജനുവരി തൊട്ട് തുടങ്ങായിരുന്നതാണ്. ഞാൻ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് 5 മാസം കഴിഞ്ഞാണ് ഈ സാധനം ചെയ്യുന്നത്. സോ എനിക്ക് അറിയാം, കുറച്ചൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചു. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, എന്തുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ഇതിനെ കുറിച്ച് തന്നെ ആയിക്കൂടാ എന്നുള്ള രീതിയിൽ. സോ എന്താണ് പ്രൊക്കാസ്റ്റിനേഷൻ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രൊക്കാസ്റ്റിനേഷൻ. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആൻഡ് നമുക്കത് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ ഒരു റീസൺ ഇല്ല, എന്നാലും നമ്മൾ ചെയ്യാതിരിക്കും. ജസ്റ്റ് എന്താ പറയാ, പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ടാസ്ക്. ഇപ്പൊ ഈ എന്റെ വീഡിയോയുടെ തന്നെ ടാസ്ക് ഞാൻ ആക്ച്വലി പോസ്റ്റ്പോൺ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ചെയ്യാൻ. ഒരു വീഡിയോ എടുക്കാൻ എത്ര നേരം എടുക്കും? ഇത് എത്ര മിനിറ്റിന്റെ വീഡിയോ എന്നറിയില്ല. അതിന് 10-15 മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കാം മാക്സിമം. 2 ടേക്ക് 3 ടേക്ക് മാക്സിമം. എന്നാലും ഒരു എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂർ മാക്സിമം അപ്ലോഡൊക്കെ ചെയ്യാനായിട്ട്. സോ ഐ തിങ്ക് 6 മണിക്കൂർ എനിക്ക് 5 മാസത്തിൽ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് വളരെ ഒരു മണ്ടൻ എക്സ്ക്യൂസ് ആയിരുന്നു. സോ സമയം ഉണ്ടായിരുന്നു, അത് ചെയ്യാത്തത് തന്നെയാണ്. സോ എന്തുകൊണ്ട് ഈ വീഡിയോ ഇട്ടു? അതും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രൊക്കാസ്റ്റിനേഷനെ കുറിച്ച്. അതിനെ തടുക്കാനായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. സോ പ്രൊക്കാസ്റ്റിനേഷനെ കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും മടി. പ്രൊക്കാസ്റ്റിനേഷൻ ഈസ് നോട്ട് ലേസി, നോട്ട് ബീങ് ലേസി. ആക്ച്വലി അത് ലേസിനെസ് ഒരു പാർട്ടാണ് അതിന്റെ. എന്നാലും പ്രോപ്പർലി ലേസി എന്ന് പറയാൻ പറ്റില്ല പ്രൊക്കാസ്റ്റിനേഷൻ. കാരണം ഞാനും ഈ 5 മാസത്തിനകത്ത് ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഓഫീസിൽ പോയി, അല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ബട്ട് ഈ ഒരു ടാസ്ക്, ദിസ് സിംഗിൾ ടാസ്ക് വിച്ച് ഐ പേഴ്സണലി വാണ്ടഡ് ടു ഡു, അത് ഞാൻ ചെയ്യുന്നില്ല. അത് ലേസി ആയതുകൊണ്ട് മാത്രമല്ല, അതിന് പല കാരണങ്ങളുണ്ട് ആക്ച്വലി. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലാൻ ചെയ്യുമ്പോണ്ടല്ലോ, ഇത് പ്ലാൻ ചെയ്യുമ്പം ഇപ്പൊ ഈ വീഡിയോ നോക്കും നിങ്ങൾ. ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പറയും, എന്താ ഇത്, ഒന്നുമില്ലല്ലോ, വെറുതെ ഒരു ക്യാമറ എടുത്ത് വെച്ച് എന്തൊക്കെയോ പറയുന്നു. ഇതല്ലായിരുന്നു എന്റെ പ്ലാനിങ്. എന്റെ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു സെറ്റ് പോലെ ആക്കി, ടേബിളിട്ട്, വലിയൊരു ക്യാമറ, വലിയൊരു എന്താ പറയാ, ഒരു അടിപൊളി മൈക്ക്, സ്ക്രിപ്റ്റ്, അടിപൊളി ഒരു സ്ക്രിപ്റ്റ്. ഇത് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ, എന്തൊക്കെയോ വിളിച്ച് പറയുക. അടിപൊളി ഒരു സ്ക്രിപ്റ്റ്, അത് നോക്കി അടിപൊളിയായിട്ട് വലിയ വലിയ യൂട്യൂബേഴ്സ് ചെയ്യില്ല അതുപോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും വേണം. ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ക്യാമറയുടെ സ്റ്റാൻഡ് വേണം. ക്യാമറ സ്റ്റാൻഡ് വരുത്തി. അപ്പൊ ക്യാമറ സ്റ്റാൻഡ് വന്നു. അതിനൊരു 1-1.5 ആഴ്ച പിടിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ക്യാമറ സ്റ്റാൻഡ് ഒരു തുടങ്ങാം. പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ വിചാരിക്കും, ഞാൻ പണിയൊക്കെ എടുക്കുന്നുണ്ട്, എന്നാ ഒന്നുമില്ല, ഒരു ക്യാമറ സ്റ്റാൻഡ് വരുത്തിയതേ ഉള്ളൂ, മൈക്ക് വരുത്തി. ഇതെല്ലാം ഇങ്ങനെ വരുത്തി എന്നിട്ടെന്താ, സമയം പോയി. 1 മാസം 2 മാസം അങ്ങനെ സമയം പോയി. നമ്മള് എല്ലാം ശരിയായതിനു ശേഷം തുടങ്ങാം എന്നുള്ളൊരു ഒരു നിഗമനമുണ്ട്. അത് പാടില്ല. നമ്മൾ ഈ എല്ലാം ശരിയായിട്ട് തുടങ്ങാമെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതെടുക്കാൻ പാടില്ല. കാരണം എല്ലാം ശരിയാവില്ല ഒരിക്കലും. നമുക്ക് ഇത് ഇട്ടിട്ടേ ശരിയാക്കാൻ പറ്റും. വീഡിയോ ഇട്ടിട്ടേ ശരിയാക്കാം. ഇപ്പൊ ഫസ്റ്റ് വീഡിയോ ഇതിങ്ങനെ ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത വീഡിയോ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇടും. കാരണം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങള്, വീഡിയോ എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് നമ്മൾ പ്ലാനിങ്ങിലുണ്ടോ, നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും എല്ലാ കാര്യം. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ ഇടും. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ അച്ചടി കയറ്റമായിരിക്കും. ഫസ്റ്റ് വീഡിയോ തന്നെ 20 മില്യൺ വ്യൂസ് അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ്, അങ്ങനെ നമ്മൾ വിചാരിക്കും അടിപൊളി വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ വീഡിയോ എടുക്കുമ്പോഴാണ് അതിന്റെ ആ ബുദ്ധിമുട്ടുകളും, നമ്മൾ തന്നെ അത്ര പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാവില്ല. ആ ഒരു ഇമേജ് ഉണ്ടല്ലോ നമുക്ക് മനസ്സിലുള്ള, അത് പെട്ടെന്ന് അങ്ങ് പകരും. അത് സത്യത്തിൽ ആവശ്യമാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട്. അതിന്റെ ഒരു പേടിയിൽ നമ്മൾ ചെയ്യാതിരിക്കും കാര്യങ്ങൾ. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ, നമ്മളിങ്ങനെ എന്താ പറയാ, ഒരു റൈറ്റ് മൂവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും.
ആ അത് അത് കഴിഞ്ഞ് തുടങ്ങാം. ഇത് ചെയ്തിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ആ പ്രശ്നം തീർന്നിട്ട് തുടങ്ങാം. ഇത് പ്രശ്നം തീർന്ന് തുടങ്ങാം. അങ്ങനെ ഒരു റൈറ്റ് മൊമെന്റിലൂടെ നമ്മളിങ്ങനെ എന്താ പറയാ നീട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഞായറാഴ്ച തുടങ്ങാം, ശനിയാഴ്ച തുടങ്ങാം. ഇന്നിപ്പോ വർക്കിംഗ് ഡേ അല്ലേ, ഇന്നിപ്പോ ചെയ്യണ്ട, നമുക്ക് ശനിയാഴ്ച തുടങ്ങാം. അപ്പം ഇങ്ങനെ ചെയ്തിരിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് അത് ചെയ്യണമല്ലോ, വീക്കെൻഡ് തുടങ്ങാം, അങ്ങനെ വരുമ്പം ഇന്നത്തെ ദിവസം ചെയ്യേണ്ടെന്നാവും. അപ്പം അതൊരു എന്താ പറയാ പെർമിഷൻ സ്ലിപ്പ് ആവും. ഇന്നത്തെ ദിവസം ചെയ്താൽ കുഴപ്പമില്ല, ഞാൻ എന്തായാലും ശനിയാഴ്ച ചെയ്യാനിരിക്കുമല്ലേ കാര്യം, അപ്പോഴും ചെയ്യാം. അതുകൊണ്ടും നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളുണ്ടല്ലോ, നമ്മുടെ തലയിൽ ഒരുപാടിട്ട് നമ്മളിതിനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇത്രയും ഇരുന്ന് ആലോചിച്ച് കഴിയുമ്പോണ്ടല്ലോ മെന്റലി അങ്ങ് എക്സോസ്റ്റ്. ഒരു പണിയെടുക്കാതെ കഷ്ടപ്പെട്ട് പണിയെടുത്തത് പോലത്തെ ഒരു ഫീലിംഗ് വരും. കാരണം സത്യം ഫിസിക്കലി പോലെയാണ് നമ്മൾ മെന്റലി എക്സോസ്റ്റ് ആവുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇത്രയും കിടന്ന് അതിനായിട്ട് കിണ്ടി 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 ആലോചിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ മെന്റലി എക്സോസ്റ്റ് ആവും. അങ്ങനെ മെന്റലി എക്സോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ന് ഇനിയും വേണ്ട, നാളെ ആക്കാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും. ഇങ്ങനെ ഓരോ റീസൺസ് ഉണ്ട്. നമ്മൾ ഈ വിചാരിക്കുന്നതിനെ തന്നെ വിചാരിക്കും ഇത് ഒന്ന് പണിയെടുത്തത് പോലെയാണല്ലോ. അതായത് ഇതിന് പ്രോഗ്രസ് ആണെന്ന് പറയും. നമ്മൾ ആൾക്കാരുടെ അടുത്ത് പോയി പറയും, എടാ ഞാൻ അത് ചെയ്യാൻ ഒരു പ്ലാനിങ് ഉണ്ട്. നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബാക്ക് ഓഫ് ദി മൈൻഡ് നമ്മൾ പണിയെടുത്തതുപോലെ തോന്നിട്ടോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ വിചാരിക്കും ഞാനത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. എന്നാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ. എടാ ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോ തുടങ്ങുമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ആൾക്കാർ ഒരു നല്ല കാര്യം അവിടെ ചെയ്യണം, നല്ലതാണ്. അപ്പൊ ആൾക്കാർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എന്താ പറയാ ഭയങ്കര എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പ്രൊക്കാസ്റ്റിനേഷൻ, അതും പ്രൊക്കാസ്റ്റിനേഷൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വലിയൊരു റീസൺ ഉണ്ട്. നമുക്ക് സക്സസ് മാത്രം മതി. വി ആർ നോട്ട് അഡിക്റ്റഡ് ടു ദി പ്രോസസ്. ഈ പ്രോസസ് ഒന്നും വലിയ രസമുള്ള പ്രോസസ് ഒന്നും അല്ല. ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടഫായിട്ടുള്ളൊരു, ഐ മീൻ ആൾക്കാരെ നോക്കി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ. അതിൻ്റെ ഇടയിൽ ഒരു റിയാക്ഷനും തരാതെ ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയിരിക്കും? അത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാതെ നമ്മൾ ഈ എന്താ പറയുക എല്ലാം കഴിഞ്ഞ് ആ സക്സസ് കിട്ടിയ ഒരു 10-20 മില്യൺ വ്യൂസ് കിട്ടിയ വീഡിയോ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കും അതാണ് സക്സസ്. അതല്ല യഥാർത്ഥ സക്സസ്. നമ്മൾ എന്താകുന്നു ഓരോ സ്റ്റെപ്പിലും, അതാണ് സക്സസ്. പ്രോഗ്രസ് ഈസ് സക്സസ് ആക്ച്വലി. അത് നമ്മൾ അറിയാൻ ഒരുപാട് സമയമാണ്. ഇപ്പൊ തന്നെ ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഒരു വ്യൂ ചിലപ്പോൾ എന്തായാലും ഒരു വ്യൂ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആർക്കെങ്കിലും ഷെയർ ചെയ്തുള്ളത് 1-2 വ്യൂ എന്തായാലും കിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ യൂട്യൂബ് പുഷ് ചെയ്താലേ ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ എന്തായാലും ഈ വീഡിയോ ഇട്ട കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ ഉടനെ ഇടുക. പ്രോഗ്രസ് ഇതിൽ നിന്നും ബെറ്റർ ആയിട്ടും കുറച്ച് ഷോർട്ടായിട്ടും ആയിരിക്കും ഞാൻ ആ വീഡിയോ ചെയ്യാൻ നോക്കുന്നത്. പറയാൻ പറ്റില്ല, ഞാൻ അതായിരിക്കും ശ്രമിക്കുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസിനെസ് അല്ല. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസിനെസ് ഒരു പാർട്ടാണ് ഇതിന്റെ. ബട്ട് അതിന്റെ മെയിൻ വേറെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മൾ ആക്ച്വലി പ്രൊക്കാസ്റ്റിനേഷൻ സോൾവ് ചെയ്യാൻ വരുന്നില്ല. രണ്ട് ഓപ്ഷൻ. നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചു, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒന്നില്ലെങ്കിൽ ആ കാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുക. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പൊ ഞാൻ യൂട്യൂബ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ പ്ലാൻ 1 ദിവസം 2 ദിവസം പ്ലാൻ ചെയ്തു. 3-ാം ദിവസം തുടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല? അയ്യോ ഞാൻ പിന്നെ ആലോചിക്കണം. തലയിലിരുന്ന് ആലോചിക്കരുത്. നെവർ തിങ്ക് ടു മച്ച്. എന്താ പറയാ, അനാലിസിസ് പാരാലിസിസ് എന്നൊക്കെ പറയുന്നത്. ചുമ്മാ ആയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് ഒന്നും നടക്കില്ല. ആലോചിക്കണ്ടെന്ന് ഞാൻ പറയില്ല. നമുക്ക് എന്താ നീഷ് കണ്ടുപിടിക്കുക, നമ്മുടെ സ്റ്റൈൽ കണ്ടുപിടിക്കുക, എന്താ നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റൈലും ഇതായിരിക്കില്ല. എന്റെ 10 വീഡിയോ കഴിഞ്ഞ് ഈ സ്റ്റൈലായിരിക്കില്ല ഞാൻ വീഡിയോ ഇടുന്നത്. സ്റ്റൈലൊന്നും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു വീഡിയോ ഇടുന്നു, ഓക്കെ ദിസ് ഈസ് കംഫർട്ടബിൾ ഫോർ മീ. സെക്കൻഡ് ഇടുന്നു, അത് വേറെ സ്റ്റൈലിൽ ആയിരിക്കും ചിലപ്പോൾ. ദിസ് ഈസ് മച്ച് മോർ കംഫർട്ടബിൾ ഫോർ മീ എന്ന രീതിയിലാവും. അപ്പം
നമ്മളത് കണ്ടുപിടിക്കും പതുക്കെ 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 പതുക്കെ. പിന്നെ കമന്റും വരും. 2-3 ചീത്ത ആൾക്കാർ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് ശരിയാവുന്നില്ല. അങ്ങനെ നമുക്ക് പഠിക്കാം. ആൾക്കാർ ചീത്ത പറയുന്നത് നല്ല രീതിയിൽ എടുക്കല്ലോ. തെറി വിളിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിന്റെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. ലാസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു അച്ചീവ് സംതിങ് ദാറ്റ് വി ഡോണ്ട് ഹാവ്, വി ഹാവ് ടു ബിക്കം സംവൺ ദാറ്റ് വി ആർ നോട്ട്. അത് നമ്മൾ എത്ര നേരത്തെ അറിയാൻ പറ്റുമോ അത്രയും നല്ലതാണ്. I have a quote from James Clear. He says that doesn't make sense to continue wanting something if you are not willing to do what it takes to get it. If you don't want to live the lifestyle, then relieve yourself from the desire. To crave the result but not the process is to guarantee disappointment. Thank you. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.